BSc അഗ്രികൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു കോഴ്സിനുണ്ടായ ഡിമാൻഡ് അത്ര അധികമാണ്. പക്ഷെ കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. കേരളത്തിനടുത്ത് ഏകദേശം ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന തമിഴ്നാട് TNUവിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്യാമ്പസ് ആണ് ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ്. ഈ കോളേജിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും ICARന്റെ ഡയറക്റ്റ് അക്രഡിറ്റേഷനുമുള്ള നാഗർകോയിൽ രാധാപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മികച്ച ക്യാമ്പസാണ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ്. 120 ഏക്കറിൽ വരുന്ന വിശാലമായ ക്യാമ്പസിൽ നിങ്ങളുടെ അഗ്രികൾച്ചർ പഠനം നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. നമുക്ക് മലയാളി സ്റ്റുഡന്റ് ഉണ്ട്, അപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, അവളുടെ പേരെന്താ? ഞാൻ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്. എങ്ങനെയാണ് കോളേജിനെ പറ്റി അറിഞ്ഞത്? ഞാൻ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് വഴിയാണ് ഈ കോളേജിനെ പറ്റി അറിഞ്ഞത്. പിന്നെ ഇവിടെ കണ്ടപ്പോ ഇഷ്ടമായി. ഓക്കെ, അപ്പൊ കോഴിക്കോട് നിന്നാണ്. ഇപ്പം വേറെ എവിടെ നിന്നൊക്കെ ഉണ്ട് സ്റ്റുഡൻസ്, മലയാളി സ്റ്റുഡൻസ്? അധികവും ട്രിവാൻഡ്രം സൈഡിൽ നിന്നാണ് ഉള്ളത്. പത്തനംതിട്ട, ട്രിവാൻഡ്രം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂരൊക്കെ ഉണ്ട്. തൃശ്ശൂർ എല്ലായിടത്തും സ്റ്റുഡൻസ് ഉണ്ട്. മോളാണ് കോഴിക്കോട് എന്നുള്ളത്. അതേപോലെ നമുക്ക് എങ്ങനെയാ നിങ്ങളുടെ അക്കാഡമിക്സ് എല്ലാം എങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ? എല്ലാം ഇത് കോളേജ് അഫിലിയേറ്റഡ് ടു TNU തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അതിന്റെ ബേസിൽ തന്നെ എക്സാംസും ക്ലാസ്സസും എല്ലാം അതിന്റെ അക്കാഡമിക് കലണ്ടറും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം കരിക്കുലം. ഓക്കെ, അതേപോലെ തന്നെ ഹോസ്റ്റൽ പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ട് വിടുന്ന പേരൻസിന് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അതെ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. 2 ആളുള്ള റൂം ഉണ്ട്, 3 ആളുള്ള റൂം ഉണ്ട്, എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ ഉണ്ട്, എല്ലാ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ട്, നഴ്സ് മാം ഒക്കെ എല്ലാം ഇൻസൈഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഇപ്പൊ ഏത് വർഷം നമ്മൾ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 3-ാം വർഷം, 3rd ഇയർ ആണ് പഠിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാം ഹാപ്പി അല്ലേ മൊത്തത്തില്? കോളേജ് മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇനി കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാം. അഗ്രികൾച്ചർ കോളേജിലെ നമുക്കൊരു ഫാക്കൽറ്റിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാഡത്തിനോട് കൂടെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ചറിയാം. മാഡം, അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ കോളേജിൽ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കോളേജ് നൽകുന്നത്? സർ, ഇപ്പോൾ കോളേജ് ആണ് ICAR accredited. പിന്നെ അവർക്ക് most of the Malayali students they prefer for preparing for PSC examinations. So here we have separate study hall for preparing for public service examinations, and then for ICAR examinations also, for PG entrance examinations also we are giving separate coaching classes for both. And they are specialized with all important things like even if they have completed their degree, they can start up any business like entrepreneurship development, and then they can take up any business like apiculture, sericulture, and we have poultry shed. From there they can even start their own broiler unit or layer unit, everything. So they will be having a complete pakka skill set to develop their own business. What is your opinion about our Malayali students from So Kerala? They are enjoying actually in both ways, in academically, and they are very good in culturals. Okay. Actually, so every time when our students we go for any inter-college programs, definitely our Malayali students they are the best always. Okay, okay. അപ്പം കോളേജ് മലയാളി സ്റ്റുഡൻസിന് അത്രയധികം കംഫോർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന അത്രയധികം ഫെസിലിറ്റീസ് ഉള്ള കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കോളേജ് തന്നെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഇവിടെ വന്ന് അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് BSc അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ദി ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ്. അപ്പം ഈ കോളേജിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോ, ഞങ്ങളുടെ ടീമുമായിട്ട് സംസാരിച്ചോ. അവർ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്മിഷൻ അവർ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.